ഹായ് ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ഫസ്റ്റ് വീക്കിലേക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേയേറെ ഡിസൈൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കതിലൊന്ന് തുടക്കം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ വൈറ്റ് കളർ ക്ലോത്താണ് എടുത്തേക്കുന്നത്, ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ വൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഗ്ലാസ് പെൻസിൽ കൊണ്ട് വരയ്ക്കാത്തത്. കാരണം ഗ്ലാസ് പെൻസിലും വൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ വരച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇതുപോലെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും പെൻസിൽ കൊണ്ട് ചെയ്തേക്കല്ലോ കേട്ടോ. അപ്പം മറ്റേതെങ്കിലും ഒരു കളറ് ചൂസ് ചെയ്യുക വരയ്ക്കാനായിട്ട്. ചോക്ക് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനകത്ത് നമുക്ക് പാറ്റേൺ ഒന്നും വരുന്നില്ല. ഈ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ നേരെ താഴേക്ക് ആ നെക്കിൻ്റെ അതേ ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കണം. ഒരു 6-7 ഇഞ്ചിലൊക്കെ വരയ്ക്കണം കേട്ടോ. നല്ല ഒരു ഗ്യാപ്പിൽ തന്നെ വരയ്ക്കുന്നതാണ് നല്ല ഭംഗി. നിങ്ങൾ ആ തമ്പനയിൽ കണ്ടല്ലോ, അപ്പോൾ അത്ര ഒരു ഗ്യാപ്പ് തന്നെ കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് നെക്ക് എങ്ങനെയാണോ വരച്ചത് അതേ രീതിക്ക് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ആ ഒരു ഗ്യാപ്പിനുള്ളിലാണ് ഡിസൈൻ വർക്ക് ചെയ്യാനായിട്ട് പോകണേ. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സും പിന്നെ ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള റൗണ്ട് ബീഡ്സ് റെഡ് കളറുമാണ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്രിസ്മസിന് ഒരു കളർ തീമാണല്ലോ റെഡ് വൈറ്റ് ഒക്കെ. അപ്പോൾ അതാണ് നമ്മൾ എടുത്തേക്കണം. ഇനിയിപ്പം നമുക്ക് ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്തപടി റെഡ് കളർ ബീഡ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം റൗണ്ട് ബീഡ് ആയതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ 2 തവണ സ്റ്റിച്ച് ചെയ്ത് നല്ല സെക്യൂറാക്കി അവിടെ സ്റ്റിക്കാക്കണം കേട്ടോ. ഇതേ രീതിക്ക് 2 തവണ നന്നായിട്ട് തയ്ച്ച് സെക്യൂറാക്കി കൊടുക്കണം. 2 അല്ലെങ്കിൽ അത് കൂടുതൽ തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. കാരണം അവിടെ അത് ഇളകി പോകാതെ നല്ല രീതിയിൽ ലൂസാകാതെ തന്നെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബീഡാണിത്. പിന്നെ നിങ്ങൾ നല്ല ഡ്രസ്സിൽ ഫെയർ ആയിട്ട് ചെയ്യുമ്പം കുറേ നാൾ ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ സെലക്ട് ചെയ്യാനും ശ്രദ്ധിച്ചേക്കണേ. ഇപ്പോൾ ഈ റെഡ് കളർ മുത്തൊക്കെ എടുക്കുമ്പോൾ പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള മുത്തുകൾ വാങ്ങാതെ എക്സാക്റ്റ് നല്ല റെഡ് കളർ തന്നെ കിട്ടുന്നത് തന്നെ മേടിക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ക്രിസ്മസിൻ്റെ ഒക്കേഷനിൽ മാത്രമായിരിക്കും, അങ്ങനെയുള്ള സമയത്തായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് എടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള കുർത്തികളിലൊക്കെ നമുക്ക് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 2, 3, 4, 5 ലെയറുകളായിട്ട് ഈ ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ചെയ്യുമ്പോൾ ഇതുപോലെ മേളിൽ കൊടുത്ത 2 ബീഡിൻ്റെ സെൻട്രലായിട്ട് വരുന്ന രീതിക്ക് ഇതേപോലെ സ്റ്റിക്കാക്കി നന്നായിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് വരുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യത്തെ ലെയർ ചെയ്ത പോലെ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ വരച്ചേക്കുന്നത് ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്യാപ്പ്, ഒരു 7-8 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 5 ലെയറൊക്കെ ഇത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ റെഡ് ബീഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ ബീഡ്സാണ് വെച്ച് കൊടുക്കേണ്ടത്. പാറ്റേൺ ഒന്നും തന്നെ ഫോളോ ചെയ്യാനില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്നിച്ച് ഒരു 5 ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ് ആയതുകൊണ്ടാണ് നമ്മൾ 5 ബീഡ് കോർത്തെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ റെഡ് ബീഡ് വെച്ച് കൊടുത്തേക്കുന്നതിൻ്റെ സൈഡുകളിലായിട്ട് ഇങ്ങനെ ചെരിച്ച് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ ഒരു ലെയർ നമ്മൾ വെച്ചതിന് കുറച്ച് മേളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും സെയിം 5 ബീഡ് തന്നെ വെച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതേപോലെ തന്നെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യണതെന്ന്. അത് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. പ്രത്യേകിച്ച് നമുക്കിത് വരച്ച് കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇനി അടുത്ത ബീഡ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അങ്ങയുടെ സൈഡിലേക്ക് വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ അവിടെ ചെയ്ത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ചെയ്യുക. രണ്ടാമത്തെ ലെയർ വരുമ്പോൾ കുറച്ച് മേളിലായിട്ട് കുത്തി കൊടുത്തിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടോ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ തോന്നുന്നില്ലേ? അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്താൽ മതിയാവും. ഇത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ എംബ്രോയ്ഡറി ആണ് കേട്ടോ. ഇത് നമുക്ക് വൈറ്റ് ഡ്രസ്സിലും റെഡ് ഡ്രസ്സിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റെഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബീഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, റെഡ് ബീഡ് തന്നെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വൈറ്റിൽ വൈറ്റ് ബീഡ് വെച്ച് കഴിയുമ്പോൾ അത്ര അടുത്തറിയില്ല. അതുകൊണ്ട് വൈറ്റിൽ റെഡ് തന്നെ ചെയ്യുക, റെഡിൽ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കൊണ്ട് ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ
ആ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതി തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കുത്തി കൊടുത്ത് തയ്ച്ച് ഫോളോ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ എത്ര ലെയറുകൾ കൊടുക്കുന്നുണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ടും ഇതേ രീതിക്ക് തന്നെ ഫോളോ ചെയ്യണേ. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കറക്റ്റ് കൊടുത്തിരുന്ന ആ ഒരു ലൈനിൽ തന്നെ ബീഡ് കുത്തിയെടുത്തിട്ട് ഇതുപോലെ 5 ബീഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിൻ്റെ താഴ്വശത്ത് നേരെ ഇതുപോലെ തന്നെ ഒരു ബീഡിന് മേളിലായിട്ട് കുത്തിയെടുത്തിട്ട് വീണ്ടും 5 ബീഡ് ഇതേപോലെ നേരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയറും അതുപോലെ തീരുന്നിടത്തെ ആ ഒരു ലെയറും വേണമെങ്കിൽ ഇങ്ങനെ മാത്രം ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അതായത് ഒരു ഡയമണ്ട് ഷേപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കണേ. ആ ഒരു തമ്പനയിൽ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ചെയ്തെടുത്ത് കഴിയുമ്പം അതായത് ഒരു 5, 6 അല്ലെങ്കിൽ ലെയർ ഫില്ല് ചെയ്ത് കഴിയുമ്പം നല്ല ഭംഗിയാണ് ഔട്ട്ലുക്ക് കാണാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ കൊടുത്തേക്കുന്ന അതേ രീതിയിൽ തന്നെ താഴേക്കും ചെയ്യുമ്പം നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മളിത് ചെയ്തെടുത്തേക്കണേ. ഇതുപോലെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ എല്ലാ ലെയറുകളും പിന്നെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കണം. ഷോൾഡർ ടു നെക്കിലേക്ക് വരുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ 2 സൈഡുകളിലും ഇതേപോലെ ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോസ് അയച്ചു തരാനും മറന്നു പോകരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. എന്ത് അടിപൊളിയായിട്ടായിരുന്നു വന്നേക്കുന്നത് അല്ലേ. ഈ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അറിയാമായിരുന്നോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്